അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കള് നല്ലവരായി ആകണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. മക്കൾ പ്രഗത്ഭരാകാൻ ആശിക്കാത്തവരായി ആരും തന്നെയില്ല. മാതാപിതാക്കൾക്ക് വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും മക്കളെ പ്രഗത്ഭരാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും അവർ പരിശ്രമിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം, നമ്മുടെ മക്കൾ നല്ലവരാകാൻ, ഉയർച്ചയുള്ളവരാകാൻ, പ്രഗത്ഭരാകാൻ നമ്മുടെ മക്കളെ തലയിൽ കൈവച്ചുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങനെയാകണമെന്ന് മനസ്സിൽ കരുതി ഈ സൂറത്ത് ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഓതുക. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ നല്ല പ്രഗത്ഭരാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. മക്കളെ പരിപാലിക്കുക, വളർത്തുക എന്നത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയ ഒരു പരിശ്രമം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മക്കൾ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ അടുക്കൽ അല്ലാഹു തന്ന ഒരു അമാനത്താണ്, അല്ലാഹു നമുക്ക് നൽകപ്പെട്ട ഒരു അമാനത്താണ്. അതുകൊണ്ട് അവർ അങ്ങ് വളർന്നോളും എന്ന് നാം കരുതേണ്ടതില്ല. അതിന്റെ പിന്നിൽ നാം ഒരുപാട് പരിശ്രമിക്കണം. മക്കൾ കുഞ്ഞിളം പരുവത്തിൽ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് എന്തും മക്കൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നാം ഒരു ഷോപ്പിൽ പോയി തുണിയെടുത്ത് കൊടുക്കുമ്പോൾ അത് മോഡൽ ഇങ്ങനെ ആകണം അങ്ങനെ ആകണമെന്നില്ല. അത് മേടിച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ അവർക്കത് വലിയൊരു സന്തോഷമാണ്. കാരണം അവർ നോക്കുന്നത് ഒരു പുതിയ വസ്തു കിട്ടി എന്നുള്ളതാണ്. എന്ന രീതിയിലാണ് അവരതിനെ കാണുന്നത്. അവർ സന്തോഷിക്കുകയുള്ളൂ. അതിന്റെ കുറവുകൾ അവർ പറയുകയില്ല. അവർ നിഷ്കളങ്കരാണ്, അവരുടെ ഹൃദയം നിഷ്കളങ്കമാണ്. അവർ ഒരാളുമായിട്ട് ശണ്ടയിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ഇണങ്ങുന്നതാണ്. കാരണം അവരുടെ ഹൃദയം വളരെ ശുദ്ധമാണ്, അവരുടെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രശസ്തമായ ഒരു ചോദ്യമുണ്ട്. രാവിലെ ഉണർന്ന് നമസ്കാരത്തിനായി മുറ്റത്ത് ഇറങ്ങിയപ്പോൾ, നമ്മൾ ഉണർന്നുകൊണ്ട് നമസ്കാരത്തിനായി മുറ്റത്തിറങ്ങിയപ്പോൾ അടുക്കളയുടെ ഭാഗത്തൊരു തീ കാണുകയാണ്. നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യുന്നത്? നമ്മളെ മക്കളെ നമ്മൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്, അല്ലേ? സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര ചെല്ലുന്ന സമയത്ത് ആ നരകമായ തീയിൽ നിന്ന് നമ്മളെങ്ങനെ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്തുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അവരുടെ വിജയമാണ് നമുക്ക് വലുത്. കാരണം നമ്മുടെ മക്കൾക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അങ്ങനെ സ്ഥിരമായി നിർബന്ധമായ കാര്യങ്ങളെ ഒഴിവാക്കൽ ഹറാമാണ്. കാരണം പരിശുദ്ധ ദീൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. അങ്ങനെ സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞു വിടരുത്. നമ്മളെ മക്കളെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം. അവരെ നമസ്കരിപ്പിക്കണം, ദിക്ർ ചെല്ലിപ്പിക്കണം, സലാത്ത് ചെല്ലിപ്പിക്കണം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നാളെ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോകുമ്പോൾ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ അതുപോ പഠിപ്പിക്കണം, കൂട്ടുകെട്ട് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ ഒരു ശ്രദ്ധ നമ്മളെ മക്കൾക്ക് നൽകപ്പെടേണ്ടിയുള്ളതാണ്. ഒരു പണ്ഡിതന്റെ അടുക്കൽ ഒരു വാപ്പ മകനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ മകൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. അപ്പോൾ ആ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ മകനെതിരെ എന്തെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങളുടെ മകനെതിരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ വാപ്പ പറഞ്ഞു, അതെ, ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകനെ കേടാക്കിയത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകനെ കേടാക്കിയത്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഈ മകനെ നന്നാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെന്ന് മനസ്സിലാക്കണം. അപ്പയും ഉമ്മയും മക്കൾക്കെതിരെ ഒരിക്കലും നിങ്ങൾ ദുആ ചെയ്യരുത്. നിങ്ങൾ മക്കൾക്ക് അനുകൂലമായി മാത്രമേ നിങ്ങൾ ദുആ ചെയ്യാവൂ. നോക്കൂ സഹോദരങ്ങളെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അല്ലാഹു നൂറിലധികം മക്കളെ അല്ലാഹു കൊടുത്തു എന്നുള്ളതാണ്. ആ മക്കളെ എല്ലാം അനസ് റളിയല്ലാഹു അൻഹു
നാട്ടിൽ കൊണ്ടുപോകുന്ന ഒരു സദസ്സുണ്ടായിരുന്നു. ഖുർആൻ ഓതി തീർക്കുന്ന ഖതമിന്റെ സദസ്സ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കുമ്പോൾ അവിടെ ഖതം പൂർത്തിയാക്കുമ്പോൾ ആ ദുആക്ക് പങ്കെടുക്കാൻ വേണ്ടി മഹാനവറുകൾ ആ മക്കളെ എല്ലാം അവിടെ കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെ ഖതം പൂർത്തീകരിക്കാൻ നേരത്ത് അല്ലാഹുവിന്റെ ഖുർആൻ ഓതി പൂർത്തീകരിക്കുന്ന സ്ഥലത്ത് അത് വലിയ മഹത്വമുള്ള സ്ഥലമാണ്. മുഅ്മിനീങ്ങളെ, മഹാരഥന്മാരായ സഹാബാക്കൾക്ക് ഒരു പതിവ് തന്നെ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ പൂർത്തീകരിക്കുന്നു, അവിടെ അവർ പോയി ദുആ ചെയ്യുന്ന ആ ദുആക്ക് ആമീൻ പറയുന്ന ഒരു പതിവായിരുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് അന്വേഷിക്കുമായിരുന്നു അല്ലാഹുവിന്റെ ഖുർആൻ പൂർത്തീകരിക്കുന്ന ഭവനങ്ങൾ എവിടെയാണ്, അതിന്റെ സദസ്സുകൾ എവിടെയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പൂർത്തീകരിക്കുന്ന സദസ്സുകൾ എവിടെയായിരുന്നു എന്ന് അവർ അന്വേഷിക്കുമായിരുന്നു. കാരണം ആ സദസ്സ് വലിയ അനുഗ്രഹമുള്ള സദസ്സാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കണം, നമ്മളെ മക്കളെ എത്ര സദസ്സിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ദീനിന്റെ സദസ്സിൽ നമ്മളെ മക്കളെ അകറ്റിക്കൊണ്ടുപോവുകയാണ്. നാട്ടിലൊരു വാദം വന്നാൽ കേൾക്കാൻ ആളില്ല, അതിനോരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഒഴിവാവുകയാണ്. അല്ലാഹുവിന്റെ ദീന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകുന്നില്ല, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീന് പറയുന്ന സ്ഥലം, ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലം, അവിടെയൊക്കെ നമ്മൾ പോവുകയും ഇരിക്കുകയും ദിക്ർ ചൊല്ലുന്ന സ്ഥലം, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ പോവുകയും ഇരിക്കുകയും അവിടെയൊക്കെ നമ്മൾ ദുആ ചെയ്യുകയും അവിടെ ദുആക്ക് ആമീൻ പറയുകയും എല്ലാം വേണം. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന ചെറിയ ഈ സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേ. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. മക്കൾ പ്രഗത്ഭരാകാൻ ആശിക്കാത്തവരായി ആരും തന്നെ ഇല്ല. മാതാപിതാക്കൾക്ക് വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും മക്കളെ പ്രഗത്ഭരാക്കാനാണ് മാതാപിതാക്കൾ പോലും പരിശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം, നമ്മുടെ മക്കളെ പ്രഗത്ഭരാക്കാൻ, ഉയർച്ചയിലെത്തിക്കാൻ, മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആകണമെന്ന കാഴ്ചപ്പാട് മനസ്സിൽ കരുതി ഈ സൂറത്ത് 3 വട്ടം ഓതുക, അല്ലെങ്കിൽ ഒരു വട്ടം ഓതുക. ഇത് ചെയ്യേണ്ടത് ഉമ്മയോ ഉപ്പയോ ആയിരിക്കണം. ഇങ്ങനെ 41 ദിവസം ആവർത്തിച്ച് നിങ്ങൾ ചെയ്യണം. എത്ര ദിവസം? 41 ദിവസം. അപ്പൊ നമ്മുടെ മക്കള് നല്ല സാലിഹീങ്ങളാകാൻ, അല്ലാഹു ഉയർച്ച നൽകപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നല്ല ഇഖ്ലാസോടെ നമ്മുടെ മക്കള് നന്നാകണമെന്ന കാഴ്ചപ്പാടുകൾ മനസ്സിൽ കരുതി ഈ സൂറത്ത് ഒരു 3 വട്ടം ഓതുക, അല്ലെങ്കിൽ ഒരു വട്ടം നമ്മൾ ഓതണം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് മക്കൾ നന്നാവണം. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആന് വലിയ മഹത്വമുണ്ട്. അല്ലാഹ് ഖാലിഖായ റബ്ബേ, നിന്റെ പരിശുദ്ധ ഖുർആന് വലിയ മഹത്വമുണ്ട്. അല്ലാഹ് എന്ന നല്ല നിയ്യത്തോടെ, നല്ല ഇഖ്ലാസോടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഒരു 3 വട്ടം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുക. ഇത് ചെയ്യേണ്ടത് വാപ്പയുമായിരിക്കും. ഇങ്ങനെ 41 ദിവസം നിങ്ങൾ ആവർത്തിക്കണം. അങ്ങനെ ഈ ഖുർആൻ ഓതി നമ്മൾ മന്ത്രിക്കുന്നത് ഏത് മോനിലാണോ ആ മോനിൽ അല്ലെങ്കിൽ മകളിൽ 41 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയി ചെയ്തിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കുന്നതാണ്. ആ ഓതേണ്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഖദർ. അപ്പോൾ നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഖദറാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ മഹത്തായ സൂറത്താണ് നമ്മൾ ഓതി മന്ത്രിക്കേണ്ടിയുള്ളത്. വലികവാഇലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ وأحسن إلينا ولمن له وقن علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت. നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് ലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടണേ അല്ലാഹ്. കുറച്ചവരെ ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന് കള്ളക്കേസുകളിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك عليه.